ബ്രഹ്മാംബോധിസമുദ്ഭവം കലിമലപ്രധ്വംസിനം ചാവ്യയം ശ്രീമദ് ശംഭുമുഖേന്ദുസുന്ദരവരേ സംശോഭിതം സർവദാ സംസാരാമയഭേഷജം സുമധുരം ശ്രീജാനകീജീവനം ധന്യാസ്തേ കൃതിനഃ പിബന്തി സതതം ശ്രീരാമനാമാമൃതം ധന്യാസ്തേ കൃതിനഃ പിബന്തി സതതം ശ്രീരാമനാമാമൃതം. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദപ്രകാശക പ്രബോധകഃ. ഹരി 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 ഓം തസ്. ജയ ഗുരു. ഞാനൊരു ഓങ്കാരം ജപിക്കാം, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ജപിക്കും. ഒരു തവണ ഇതാ കണ്ണടച്ച് കൈ കോർത്ത് മടിയിൽ വെച്ച് ആകാവുന്നിടത്തോളം നിവർന്നിരുന്ന് മനസ്സും വായും തുറന്ന് ജപിക്കുക. ഈ ജപധ്വനി ഭൂതലം മുഴുവനും വ്യാപിക്കണം, എന്നിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ച് മനസ്സ് വികസിച്ച് ചൊല്ലൂ. ഇതാ ഭാരതജനനിയുടെ സത്പുത്രിമാരെ ഇന്ന് 12:20 84 സെക്കൻഡുകൾക്കുള്ളിൽ അയോധ്യയിൽ പുതിയതായി നിർമ്മിച്ചിട്ടുള്ള ശ്രീരാമക്ഷേത്രം 5 വയസ്സായ ഒരു കുട്ടിയുടെ പ്രായത്തിലുള്ള ശിലയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ശില മൈസൂരിലുള്ള ഒരു ശില്പിയാണ് തയ്യാറാക്കിയത്. എല്ലാം കൂടി 3 എണ്ണം തയ്യാറാക്കി അതിലെല്ലാം കണ്ട് എല്ലാവരും കൂടി വോട്ടെടുത്ത് തീരുമാനിച്ചതാണ് അരുണഗിരി എന്തോ പേരുള്ള ഒരാളുടെ ഈ ശില്പം. നിങ്ങളെല്ലാവരും വിചാരിക്കും ഇതൊരു ക്ഷേത്രവും ഒരു പ്രതിഷ്ഠയും അവിടെ നടക്കാൻ പോകുന്ന ആരാധനയുമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. ബ്രഹ്മാവിന് മാത്രം ക്ഷേത്രമില്ല. എന്താ കാരണം? ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബ്രഹ്മാവായിട്ടൊരു ബന്ധമില്ല. സൃഷ്ടിച്ചതിന് ശേഷം നമുക്ക് ജീവിക്കണം. ജീവിതത്തിൽ നമുക്ക് മരണം സംഭവിക്കും. അത് 2 കാര്യത്തിനെക്കുറിച്ചേ നമ്മൾ ആലോചിക്കാറുള്ളൂ. അപ്പോൾ നമ്മളെ സംരക്ഷിക്കുന്നത് മഹാവിഷ്ണുവാണ്, സംഹരിക്കുന്നത് പരമശിവനുമാണ്. അപ്പോൾ ഈ 2 പേർക്കുമേ ക്ഷേത്രം കെട്ടി നമ്മൾ ആരാധിച്ചു പോരാറുള്ളൂ. ബ്രഹ്മാവിന് ഇവിടെ മന്ദിരേ ഇല്ല, എങ്ങാണ്ട് ഒരെണ്ണേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ മനുഷ്യരല്ലാത്ത സങ്കല്പങ്ങളെ ആരാധിക്കുന്നതാണ്. എന്നാൽ ആ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന 2 വ്യക്തികൾ മനുഷ്യരായി ജനിച്ച് അമ്മയുടെ അമ്മിഞ്ഞ കുടിച്ച് വളർന്ന് കുട്ടികളോടൊപ്പം ബാക്കിയുള്ളവരോടൊപ്പം കളിച്ച് വളർന്ന് സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ച് വളർന്ന് വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിരുന്ന് മരിച്ചുപോയ 2 മനുഷ്യരാണ് ഈ രാമനും കൃഷ്ണനും. ഈ രാമനെയും കൃഷ്ണനെയും മാറ്റി നിർത്തിയാൽ പിന്നെ ഹിന്ദു സമാജത്തിൽ നമ്മളെ പ്രബലമായി സ്വാധീനിക്കാനോ നമുക്ക് വേണ്ട ആവേശവും ഉത്സാഹവും ആദർശവും തരാനോ ഒന്നും ഉണ്ടാവില്ല. അതിലാദ്യമായി ജനിച്ചതാണ് ശ്രീരാമൻ. നമ്മളെ ഭരിച്ചത് 2 വംശക്കാരാണ്. ഒന്ന് സൂര്യവംശവും പിന്നെ ഒന്ന് ചന്ദ്രവംശവും. സൂര്യനിൽ നിന്നാണല്ലോ ഭൂമി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സൂര്യവംശം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പോലും ഉത്പത്തി എവിടുന്നോ സൂര്യൻ,
ആ സൂര്യനെ പ്രതിനിധാനം ചെയ്ത് നമുക്കൊരു സൂര്യവംശമുണ്ട്. ഇനി സൂര്യൻ്റെ വെളിച്ചം കിട്ടി പ്രതിബിംബിച്ച് കഴിയുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ആ ചന്ദ്രനെ പറ്റിപ്പിടിച്ച ഒരു വംശവുമുണ്ട്. അതിൽ കൂടുതൽ ദീർഘകാലം നമ്മൾ ഭരിച്ചതും കൂടുതൽ പ്രബലരും പ്രഭാവശാലികളുമായിട്ടുള്ളവർ ജനിച്ചു വളർന്നതും സൂര്യവംശമാണ്. ആ സൂര്യവംശത്തിൽപ്പെട്ട ആളാണ് ആര്? ഇക്ഷ്വാകു, രഘു, ശ്രീരാമൻ തുടങ്ങിയവർ. ചന്ദ്രവംശത്തിൽപ്പെട്ടതാണ് കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ. ഈ സൂര്യവംശത്തിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? ശ്രദ്ധിച്ച്. ഈ സൂര്യവംശം വളരെ പ്രബലമായ വംശമാണ്. അവർക്ക് വളരെയധികം പഠിപ്പ് കാലം മുതൽക്ക് തന്നെ നല്ല ജീവിതത്തിൽ നല്ല നിഷ്ഠയും അച്ചടക്കവും ഒക്കെ ഉള്ളവരാണ്. കാളിദാസൻ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ശൈശവേഭ്യസ്ത വിദ്യാനാം യൗവനേ വിഷയൈഷിണാം വാർദ്ധകേ മുനിവൃത്തീനാം യോഗേനാന്തേ തനുത്യജാം. ഒരൊറ്റ ശ്ലോകത്തിൽ സൂര്യവംശത്തിൽ ജനിച്ചവരെല്ലാവരും കുട്ടിക്കാലത്ത് പഠിക്കാൻ വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അതിലാണ് ആസക്തി. അവർക്ക് പ്രായമൂപ്പ് വന്നാൽ പിന്നെ ഗൃഹസ്ഥാശ്രമം, കല്യാണം കഴിക്കുക, യൗവനത്തിൽ താല്പര്യമുള്ള കാര്യങ്ങളിലെല്ലാം അവരിടപെട്ടു, ബാക്കിയുള്ളവരെ പോലെ. വയസ്സായപ്പോൾ മുനിവൃത്തീനാം, സാധാരണ പെൻഷൻ പറ്റുക എന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ, അതേമാതിരി തൻ്റെ സാധാരണ യൗവന സംബന്ധമായ വിഷയങ്ങളിൽ നിന്നൊക്കെ പിൻവലിഞ്ഞ് മുനിവൃത്തി, തപസ്വികളുടെ വൃത്തി സ്വീകരിച്ച് യോഗേനാന്തേ തനുത്യജാം, യോഗാഭ്യാസത്തിൽ നിരതരായി ശരീരം വിട്ടു എന്നാണ് ഈ രഘുവംശ രാജാക്കന്മാരെ പറ്റി പറയുന്നത്. ആരെ? കാളിദാസൻ. കേട്ടോ നിങ്ങൾ? നമ്മുടെ രാഷ്ട്രീയക്കാരെ 75, 80, 90 ആയാലും വിട്ടുപോകാൻ ഇഷ്ടപ്പെടില്ല. അതുപോലെയല്ല, അവർ രാജ്യം ഭരിച്ചു, സിംഹാസനത്തിലിരുന്നു, രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിച്ചു, പ്രജാക്ഷേമത്തിന് വേണ്ടി രാവും പകലും ഒരു വ്യത്യാസവുമില്ലാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് പരിശ്രമിച്ചു. അവസാനം സിംഹാസനവും വിട്ട് കാട്ടിൽ ചെന്ന് തപസ് ചെയ്ത് ആ തപോനിഷ്ഠയിൽ ശരീരം വിട്ടു പോയവരാണെന്ന്. അങ്ങനെ ഒരു വംശമാണ് ഈ സൂര്യവംശം എന്ന് പറയുന്ന ശ്രീരാമൻ്റേത്. അതിൽ ശ്രീരാമന് മുൻപും ശ്രീരാമന് ശേഷവും നല്ല രാജകുമാരന്മാരുണ്ടായി കാണും. ഒരു രാമൻ മാത്രമല്ല, ആ വംശത്തിൽ നല്ല രാജകുമാരന്മാരുണ്ടായി കാണും. ശ്രീരാമന് മുൻപുമുണ്ട്, ശ്രീരാമന് പിൻപുമുണ്ട്. അവരൊരൊറ്റ ആളെ പറ്റി നമുക്കറിയില്ല. ഏതുപോലെ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അച്ഛനും അമ്മയുണ്ട്, അവർക്ക് അച്ഛനമ്മമാരുണ്ട്, അവർക്ക് അച്ഛനമ്മമാരുണ്ടായിരുന്നു, അവരുടെയും അച്ഛനമ്മമാരുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഓരോ കുടുംബവും തറവാടും എത്ര കൊല്ലം പിന്നിട്ട് പോകണു എന്നൊന്ന് പറയൂ. അതിലാരെങ്കിലും ഒരാളെ പറ്റി നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഒരു 4 തലമുറ മുമ്പുള്ള ഒരാൾ ഇന്ന ആളായിരുന്നു, ഇന്ന സ്വഭാവക്കാരനാ, കേമനായിരുന്നു എന്നൊക്കെ പറയാൻ ആർക്കെങ്കിലും വല്ലതും ഉണ്ടോ? ഇല്ല. നമ്മളൊക്കെ ജീവിച്ച് ചെത്ത് മണ്ണടിഞ്ഞ് പോകുന്നവരാ. അതിൻ്റെ ഇടയിൽ ദശരഥ ചക്രവർത്തിക്ക് 4 കുട്ടികളുള്ളതിൽ ശ്രീമന്തപുത്രനായി ജനിച്ച ശ്രീരാമൻ്റെ ഒരു ചരിത്രം മാത്രം നമ്മുടെ ഭാരതഭൂമിയിൽ എല്ലാ മുക്കിലും മൂലയിലും വരെ ആ ചരിത്രം എത്തിച്ചേർന്ന് കണക്ക് പറയുകയാണെങ്കിൽ 800 ചില്ലാനം കോടി വർഷങ്ങൾ മുമ്പ് എന്നാണ് പറയേണ്ടത്, ത്രേതായുഗം എന്ന് പറഞ്ഞാൽ. ഇന്നിതാ ഒരു രാമക്ഷേത്രം സുപ്രീം കോടതിയുടെ നിയമം, സുപ്രീം കോടതിയുടെ വിധിക്കനുസരിച്ച് പ്രധാനമന്ത്രിയോടും ക്യാബിനറ്റിനോടും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞ് ആ ട്രസ്റ്റിൻ്റെ കീഴിൽ രാമനും രാമരാജ്യത്തിനും ഉതകുന്ന തരത്തിൽ ജനങ്ങൾക്ക് പ്രേരണയും ഉത്സാഹവും ആവേശവും ഊക്കും ഉണർവും നൽകാൻ തക്ക വിധത്തിൽ ഒരു സ്മരണിക കെട്ടണം എന്ന് പറഞ്ഞ് ആ സ്മരണികയാണ് കെട്ടി പൊന്തി ആദ്യത്തെ ഒരു സ്റ്റേജ് മുഴുവനായി ഇതാ പ്രാണപ്രതിഷ്ഠ ഇന്ന് നടത്താൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോടാനുകോടി വർഷങ്ങൾ മുൻപ് ജനിച്ച ഒരു രാജകുമാരൻ, ആ രാജകുമാരനെ
എണ്ണമറ്റ തലമുറകളെല്ലാം പിന്നിട്ട് പോയിട്ടും നമ്മുടെ ഭാരതത്തിലുള്ള പുരുഷ സ്ത്രീകൾ മറക്കാതെ ഓർമ്മ വച്ച് ഇന്നും അവരിതാ രാമായണത്തിൻ്റെ ഉദ്ധരണികളുമായി അതിലുള്ള ശ്ലോകങ്ങളും ചരിതങ്ങളും ഓർമ്മ വച്ച് ആ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് രാമൻ പിറന്നു വീണ ഭൂമി അയോധ്യയിലെ ജന്മഭൂമിയിലാണ് ഈ ക്ഷേത്രം ഉയരുന്നത്. അദ്ദേഹം അത്രത്തോളം നല്ല മനുഷ്യനായതുകൊണ്ടും എല്ലാവർക്കും എപ്പോഴും ഓർത്തും സ്മരിച്ചും ആവേശവും ഉത്സാഹവും ഉണർവും ഉൾക്കൊണ്ടും ജീവിതത്തിൽ അനുകരിക്കാൻ പറ്റിയ ഒരു മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമൻ എന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തിനെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും. സ്തുതിയും ആരാധനയും ആർക്കും ഉണ്ടാവും. രാജാവിനെ സ്തുതിക്കുന്ന പണ്ഡിതന്മാരും ഉണ്ടാവും അടുത്ത്. പക്ഷേ ശ്രീരാമനെ സ്തുതിക്കുന്നത് രാമരാജ്യത്തിൻ്റെയും രാമഭരണത്തിൻ്റെയും രാമരാജ്യകാലത്തുള്ള പ്രജകളുടെ മഹത്വത്തെയും കുറിച്ച് ആലോചിച്ചു കൊണ്ടാണ്. ഇന്നും നമുക്ക് ആവശ്യം ഒരു രാമരാജ്യമാണ്. സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി വളരെയധികം പണിപ്പെട്ടു, കഷ്ടപ്പെട്ടു. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും വന്ന് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിദിന പ്രാർത്ഥനാ യോഗങ്ങളിൽ രഘുപതി രാഘവ രാജാ റാം പതീത പാവന സീതാറാം എന്ന് രാഗത്തിൽ ഈണത്തിൽ പാടി തുടങ്ങിയപ്പോഴാണ് 10, 20, 50 എന്നുള്ള സ്ഥലത്ത് 100, 200, 500, 1000 കണക്കിനും ജനങ്ങൾ വന്നു ചേരാൻ തുടങ്ങിയത്. പണ്ടേ മുതൽ നമ്മുടെ ഭാരതം ഭഗവാന്റെ പേരിലുള്ള ഭക്തിയുടെ പേരിൽ അണിനിരക്കുന്നവരാണിവിടെ. നമ്മളൊരു മനുഷ്യനെ അത്ര മാനിക്കുന്നില്ല, നമ്മൾ മാനിക്കുന്നത് മനുഷ്യോത്തമനെയാണ്. അങ്ങനെ ഒരു രാജകുമാരൻ ജനിച്ചു. അദ്ദേഹം വളരെ നല്ലവനായിരുന്നു, മര്യാദാ പുരുഷോത്തമനായി, എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു എന്നുള്ള വർത്തമാനം നമുക്ക് എങ്ങനെ മനസ്സിലായി? ബാക്കി ഒരൊറ്റ കുട്ടിയുടെ ചരിത്രം നമുക്കറിയില്ല. അതിനുള്ള കാരണം വാൽമീകി മഹർഷിയും അദ്ദേഹത്തിൻ്റെ തൂലികയും എഴുത്താണിയുമാണ്. നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ പല സംഭവങ്ങളും നടക്കാം, ആ നടന്നത് ഓർമ്മ വയ്ക്കപ്പെടില്ല. ഓർമ്മ വയ്ക്കണമെങ്കിൽ ആ സംഭവത്തെ വേണ്ടതുപോലെ രേഖപ്പെടുത്തി വയ്ക്കണം. ആര് രേഖപ്പെടുത്തുന്നു, എങ്ങനെ രേഖപ്പെടുത്തുന്നു, എന്തുദ്ദേശത്തിൽ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും കാര്യങ്ങളുടെ മഹത്വം. 24,000 ശ്ലോകങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് വാൽമീകി രചിച്ചത്. എന്താണ് വാൽമീകി അത് രചിക്കാൻ കാരണം എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? വാൽമീകി ഒരു കാട്ടുകള്ളനായിരുന്നു, തട്ടിപ്പുകാരൻ. തൻ്റെ വഴിക്ക് പോകുന്നവരെയൊക്കെ തട്ടിച്ചെടുത്ത് ആ പണം കൊണ്ട് കുടുംബവും ഭാര്യയും കുട്ടികളെയും പോറ്റിപ്പോകുന്ന ഒരാളാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വഴിയിൽ 7 മഹർഷിമാർ ഒന്നിച്ച് വരിയായി വരണ കണ്ടപ്പോൾ, രത്നാകരൻ എന്നാണ് അയാൾക്ക് പേര്, ആ രത്നാകരൻ പറഞ്ഞു, നിൽക്കടാ അവിടെ എന്ന്. മഹർഷിമാരോട് ഒരിക്കലും ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്, നിൽക്കടാ. അവർ വിചാരിച്ചു, ഇതെന്താപ്പാ, ഞങ്ങളെല്ലാവരോടും അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി സമാധാനം ചൊരിഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്, ഇവിടെ ആരാ ഒരാൾ പിന്നിൽ നിന്ന് നിൽക്കടാ എന്ന് പറഞ്ഞ് ആക്രോശിക്കണത് എന്ന് പറഞ്ഞ് തിരിഞ്ഞൊന്ന് നോക്കി. ആ നോട്ടത്തിലെല്ലാം കഴിഞ്ഞു. ആ ഒരൊറ്റ നോട്ടം. എടോ, തനിക്ക് എന്താണോ വേണ്ടത്? ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു ജലപാത്രവും ഒരു യോഗദണ്ഡവും ഉണ്ട്, അങ്ങനെ വൈ എന്ന് എഴുതിയമായി. ഇത് രണ്ടാണ് ഞങ്ങളുടെ സമ്പത്ത്. ഞങ്ങളുടെ കയ്യിൽ കാശില്ല, കാശ് കൊടുക്കാനും ഇല്ല, മേടിക്കാനും ഇല്ല. ഞങ്ങൾക്ക് തരാനുള്ളത് മനസ്സിന് ശാന്തിയും ബുദ്ധിക്ക് അറിവുമാണ്. ഞങ്ങളുടെ കയ്യിലുള്ളത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. ഇനി ആരെങ്കിലും തട്ടിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷമായി. സോ തനിക്ക് ഞങ്ങളുടെ കയ്യിലുള്ളത് തട്ടിച്ചെടുക്കണോ? തട്ടിക്കണ്ട, ഞങ്ങൾ തരാം. ഈ യോഗദണ്ഡ് വേണമെങ്കിൽ എടുത്തോളൂ, ജലപാത്രവും എടുത്തോളൂ. ഇനി ഞങ്ങളുടെ ഉള്ളിലുള്ളത് ആവശ്യമുണ്ടോ അതും തരാം. ഒരു പശുക്കുട്ടി അകിടിൽ ചെന്ന് തട്ടിയെന്നുണ്ടെങ്കിൽ പാല് ചുരക്കുന്നത് പോലെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞങ്ങൾ അറിവ് ചുരത്തുന്നവരാ. ആ മനുഷ്യൻ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടേ ഇല്ല. എന്താ അവർ ഈ പറയണത്? അവരുടെ കയ്യിലെല്ലാം കൂടി ഉള്ളത് യോഗദണ്ഡും
ജലപാത്രമാണ്. അവർക്ക് കൊടുക്കാനുള്ളത് മനസ്സിന് ശാന്തിയും ബുദ്ധിക്ക് അറിവുമാണത്രേ. അത് തട്ടിയെടുക്കാതെ തന്നെ അവർ തരാൻ തയ്യാറാണ്. ഇനി തട്ടിയെടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. എൻ്റെ അപ്പോ ഇതെന്താണാവോ എന്നായി. രണ്ടുപേരും തമ്മിൽ കുറച്ച് സംസാരിച്ചു. എടോ, താൻ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ കുടുംബത്തിന് പുലർത്താനാണ്. കെട്ടിയ ഭാര്യയെയും ജനിച്ച കുട്ടികളെയും സമ്മതിച്ചു. പക്ഷേ ആ പ്രവൃത്തിയിൽ പാപം പുണ്യം എന്ന് രണ്ടുണ്ട്. ഇത് പാപ, ചെയ്യുന്നത് മുഴുവൻ മഹാപാപാണ്. അത് അനുഭവിക്കേണ്ടി വരും. അങ്ങനെയൊന്നുണ്ടോ? പാപം ഉണ്ട്. ഈ പാപം അനുഭവിക്കാൻ ഞാൻ കുട്ടികളെ പുലർത്താനാ ഭാര്യയെ പുലർത്താനാ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തൊന്ന് പോയി ചോദിക്കുമോ, അവരിതിൽ പങ്കെടുക്കുമോ? ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള പാപം തിന്നാൻ ഇയാൾ ഓടി. എന്നിട്ട് ഭാര്യയോടും മക്കളോടും ചോദിച്ചപ്പോൾ ഞങ്ങളാരും പങ്കെടുക്കില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു, 2 സന്തതികളുണ്ടായി, അവരെ പുലർത്തേണ്ട ചുമതല നിങ്ങൾക്കാണ്. അതിൽ പാപമുണ്ടെങ്കിൽ ആ പാപം തിന്നാൻ ഞങ്ങളെ ഒന്നും കിട്ടില്ല. നല്ല വഴിക്ക് പുലർത്തിക്കൊള്ളൂ എന്നായിരുന്നു ഭാര്യയുടെ മറുപടി. ഓടി വന്ന് മഹർഷിമാരുടെ കാക്കൽ വീണു. എനിക്ക് ഈ ലോകത്തിൽ ആരുമില്ലേ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ നിൽക്കില്ല, കുട്ടികളും നിൽക്കില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നെ സ്വീകരിച്ച് എനിക്ക് വേണ്ടത് പറഞ്ഞു തരണം എന്നായി. മുട്ടാളൻ, ഒന്നും അറിയാത്തവൻ, മരമണ്ടൻ. അവനോട് എന്തു പറയാനാ? അവർ പറഞ്ഞു, ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്യാം, താൻ രാമരാമ 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 രാമ എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അത് തിരിച്ചു പറഞ്ഞാലും വിരോധമില്ല. രാമ 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 രാ എന്ന് പറഞ്ഞാലും വിരോധമില്ല. അപ്പോൾ തെറ്റിയാലും വിരോധമില്ല. അത്ര മരമണ്ടനാ എന്ന് പറഞ്ഞ് അവർ പോയി. തുടങ്ങി രാമരാമ ജപിക്കാൻ. ഷൂക്കിട്ട് കണ്ടമാനം ശബ്ദത്തിലാണ് ജപിച്ചത്. രാമ 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 എന്ന് പറഞ്ഞ് തുടങ്ങി. അത് കുറേശ്ശെയായിട്ട് ജപിച്ചാൽ എന്തു വരും? കനം കുറയും. കനം കുറഞ്ഞ് കനം കുറഞ്ഞ് കനം കുറഞ്ഞ് ചുണ്ടനങ്ങാതെ അവസാനം ചുണ്ടു അനങ്ങാതെ മനസ്സിൽ പതിഞ്ഞു. മനസ്സിൽ കുറേ കഴിഞ്ഞതെല്ലാം മറന്ന് രത്നാകരൻ ഇരുന്ന ഇരിപ്പിലായിരുന്നു. അങ്ങനെ ശരീരം മുഴുവൻ നിശ്ചലമായപ്പോൾ അവിടെ ഉറുമ്പരിച്ച് ഒരു പുറ്റുണ്ടായി. ആ പുറ്റിന്ന് പുറത്തു വന്നത് കൊണ്ടാണ് വാൽമീകി മഹർഷി എന്ന് പേര് വന്നത്. വൽമീകം എന്ന് പറഞ്ഞാൽ പുറ്റ്. വൽമീകത്തിൽ നിന്ന് പുറത്തു വന്നതിനാൽ വാൽമീകി മഹർഷി എന്ന പേര് കിട്ടി. പുറത്തു വന്ന് നോക്കിയപ്പോൾ താൻ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ ചെടികളായിരുന്നതൊക്കെ പടുവൃക്ഷങ്ങളായിരിക്കണു. കൂറ്റൻ, 2 ആൾ പിടിച്ചാൽ പിടികിട്ടില്ല, അത്രയ്ക്ക് വലിയ തടി. ഈ പടുവൃക്ഷങ്ങൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവണം? അങ്ങനെയാണ് മനസ്സിലായത് താൻ തപസ്സിലായിരുന്നു എന്നും മനസ്സില്ലാതെയായി അന്തരാത്മാവിൽ ലയിച്ചു എന്നും എന്നൊക്കെ മനസ്സിലായത്. അതിനുശേഷം ശിഷ്യന്മാരായി, മഹർഷിയായി അങ്ങനെ പോയി. അങ്ങനെ ഒരു ദിവസം കുളിക്കാൻ പോയ സമയത്ത് തമസാ നദീ തീരത്തിൽ തെളിഞ്ഞ വെള്ളം ഒലിക്കണു. ആ തെളിഞ്ഞ വെള്ളം ഒലിക്കണ കണ്ടിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നോക്കൂ എത്ര തെളിഞ്ഞ വെള്ളമാണ്, നോക്കൂ അതിൻ്റെ അടിയിലുള്ള മണൽത്തരി പോലും നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ നമ്മുടെ മനസ്സ് ശുദ്ധമായി നിർമ്മലമായി എന്നുണ്ടെങ്കിൽ അകത്തിരിക്കുന്ന അന്തരാത്മാവ്, ഞാൻ എന്ന് പറയുന്ന ഒരു പൊരുളുണ്ടല്ലോ, അത് വെളിപ്പെടും എന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു വേടൻ അവിടെ നിന്ന് മരത്തിൻ്റെ കൊമ്പിൽ 2 പക്ഷികളിരിക്കുന്നു. ദമ്പതികളാണ്, കല്യാണം കഴിഞ്ഞ 2 ആണും പെണ്ണുമാണ്. അതിൽ ഒരെണ്ണത്തിനെ മൂർച്ചയുള്ള ശരം കൊണ്ട് അമ്പ് ചെയ്തു. അത് മുറിവേറ്റ് ചോരയൊലിച്ച് താഴത്തു വരുന്നു. മറ്റേ പക്ഷി അതിൻ്റെ കൂടെ പോകാനും പറ്റില്ല, വിടാനും പറ്റില്ല എന്ന് പറഞ്ഞ് പെടയണു. ഈ കാഴ്ച കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. ആ സങ്കടം അദ്ദേഹം വായിൽ വന്ന വാക്കുകൾ കൊണ്ട് പ്രകടമാക്കി. അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയണില്ല. മാ നിഷാദ പ്രതിഷ്ഠാം ത്വം അഗമശാശ്വതീ സമാഹ യത് ക്രൗഞ്ച മിഥുനാദേകം അവധി കാമമോഹിതം എന്ന നോക്കിയപ്പോൾ അത് വെറും അക്ഷരങ്ങളോ പദങ്ങളോ അല്ല, അത് 4 പാദങ്ങളുള്ള ഒരു കാവ്യമാണ്, ശ്ലോകമാണ് എന്ന് മനസ്സിലായി. അതാണ് ഇന്ത്യ രാജ്യത്തിൽ ആദ്യമുണ്ടായ ശ്ലോകം, കവിത, കാവ്യം. അതുകൊണ്ടാണ് വാൽമീകി മഹർഷിയെ ആദി കവി എന്ന് പറയുന്നത്. അങ്ങനെ കുളിച്ച് കുടീരത്തിൽ ചെന്നു. മനസ്സിനൊരു സമാധാനവുമില്ല.
ഈ വേടന് എന്തുകൊണ്ടാണ് ഈ ദുഷ്ടത ചെയ്യാൻ തോന്നിയത്? അയാളും അയാളുടെ ഭാര്യയും കൂടി എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഒരാൾ കൊന്ന് വാളുകൊണ്ട് കഴുത്തൊരാളുടെ വെട്ടിയാൽ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അപ്പോൾ തനിക്ക് മറ്റൊരാൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത സംഗതി ഇനിയൊരാൾക്ക് നമ്മളെങ്ങനെ ചെയ്തു കൊടുക്കണു എന്നൊരു ചോദ്യം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല. നിങ്ങളെ ഒരടിയടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വേറൊരാളെ അടിക്കണേ? അപ്പോൾ തനിക്ക് മറ്റൊരാൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത സംഗതി നമ്മൾ വേറെ ഒരാൾക്ക് ചെയ്യാൻ തോന്നുന്നത് എങ്ങനെയാണ്? ഈ വികടം, ഈ വികലത എവിടെ നിന്ന് വരുന്നു? ഇതിനെന്താ കാരണം? ആ വേടൻ എന്താ ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത് എന്നിങ്ങനെ ആലോചിച്ചു വല്ലാത്ത സങ്കടമായി. മൊത്തത്തിൽ വേടൻ ചെയ്തത് തെറ്റാണ്. ഒരു ചോദ്യം വരുന്നുണ്ട്, ഈ തെറ്റ് ചെയ്താൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്, എന്താണെന്ന്. ആ ആലോചനയിൽ മുഴുകിയിരുന്ന് മനസ്സിനൊരു വിശ്രമമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷി വന്നത്. നാരദ മഹർഷിയെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി സ്വാഗതം ചെയ്തു. നാരദ മഹർഷി ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. എവിടെ എന്ത് നടക്കണതും നാരദ മഹർഷിക്ക് അറിയാം, വന്ന് പറയുകയും ചെയ്യും. സാധാരണ കുശുമ്പുകാരനാന്നൊക്കെ വേണം പറയാം. അങ്ങനെയല്ല, ലോകത്തിലേക്കുള്ള കാര്യങ്ങൾ മുഴുവൻ നടത്താനും നടത്തിക്കാനും ഒക്കെ പ്രവൃത്തിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ നാരദ മഹർഷിയോട് ചോദിച്ചു, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്താ അത്? അങ്ങ് ലോകം മുഴുവനും സഞ്ചരിക്കുന്ന ആളാണല്ലോ. ഞാൻ ഈ പറയുന്ന മാതിരി ആരെങ്കിലും ഒരാൾ ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? ഈ ചോദ്യത്തിന് മറുപടി പറയൂ. ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയരുത്. ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ അങ്ങേക്ക് അറിയാമോ? ഉണ്ടെങ്കിൽ മാത്രം വായ തുറന്നാൽ മതി, അല്ലെങ്കിൽ തുറക്കണ്ടെന്ന്. നാരദ മഹർഷിക്ക് ഒരു കൂസലും ഉണ്ടായില്ല. അദ്ദേഹം ഉടനെ പറഞ്ഞു, ഉണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇല്ല, ഉണ്ട്. ഇതാണ് നമ്മുടെ ഭാരതം. എന്താ ചോദ്യം? കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ യശവീര്യവാൻ. ഇപ്പോൾ ആരെങ്കിലും ജീവിച്ചിരുമ്പുണ്ടോ നല്ലൊരു മനുഷ്യൻ, നല്ല ഗുണങ്ങളുള്ളവൻ, മൂല്യങ്ങളുള്ളവൻ, എന്നാൽ ഊസ്ലാംബിയല്ല, ശൗര്യവും പരാക്രമവുമുള്ളവൻ, വീര്യപരാക്രമങ്ങളുണ്ട്, ശത്രുക്കളോട് നേരിട്ടാൽ ജയിക്കേ ഉള്ളൂ, അനാവശ്യമായി ഒന്നും ചെയ്യില്ല, അങ്ങേയറ്റത്തെ ത്യാഗവും ദയവുമുണ്ട് എന്ന് പറഞ്ഞ് കുറേ ഗുണങ്ങളുടെ പട്ടിക പറഞ്ഞു. ഇതെല്ലാം ഉള്ള ഒരാൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഈ ഭാരതമുണ്ടല്ലോ, പുണ്യഭാരതം, ഇത് ധർമ്മപ്രസുവാണെന്ന്. ഇവിടെ എപ്പോഴും ധർമ്മിഷ്ഠനായിട്ട് ആരെങ്കിലും ജനിക്കുന്നുണ്ടാവും, ഒരിക്കലും ഇല്ലാതെയായ കാലമില്ല. ഈ രാമൻ ചെറിയ കുട്ടിയാണ്, വളർന്നുകൊണ്ടിരിക്കുക. എത്രത്തോളം വളർന്നുവോ അതുവരെയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ പറയാം. ബാക്കിയുള്ളത് അങ്ങ് ധ്യാനിച്ചും അന്വേഷിച്ചും കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാരദ മഹർഷി പോയി. അവിടുന്ന് അങ്ങോട്ട് വാൽമീകി മഹർഷി ആലോചനയായി. ആ ആലോചനയിൽ കണ്ടെത്തിയിട്ട്, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ ഞാൻ പറയുമ്പോൾ? ആ ആലോചനയിൽ കണ്ടെത്തി അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ തൻ്റെ മുൻപിൽ നടക്കുന്നത് റെക്കോർഡ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. സാധാരണ ചരിത്രം എഴുതുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സോ രേഖകളോ അവിടെ ഇവിടെ രേഖപ്പെടുത്തിയ കുത്തും കുറിപ്പും ഒക്കെ വെച്ച് കണ്ടുപിടിച്ച് കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു ചരിത്രം എഴുതുക. അല്ലാതെ നേരിട്ട് കാണുന്ന ചരിത്രം എഴുതുന്നത് ആരുമില്ല. അത് രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് രാമായണവും പിന്നെ ഒന്ന് മഹാഭാരതവും. മഹാഭാരതത്തിൽ വേദവ്യാസൻ ഉൾപ്പെടുന്ന കുരുവംശത്തിൻ്റെ ചരിത്രമാണ് 6 തലമുറയുടെ എഴുതിയിരിക്കുന്നത്. ഒക്കെ അദ്ദേഹം നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ്. അതുമാതിരി വാൽമീകി നേരിട്ട് കണ്ട് അനുഭവിച്ച കഥയാണ് എഴുതാൻ തുടങ്ങിയത്. എഴുതി രാമൻ വളരുന്നു, വാൽമീകി എഴുതുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? രാമൻ വളരുന്നു, വാൽമീകി എഴുതുന്നു. എഴുതി എന്തായി? ഒരു ദിവസം ഈ സീതയെ രാമൻ ഉപേക്ഷിച്ചു, ഗർഭിണിയാണ്. എവിടെ ഉപേക്ഷിക്കാൻ പറഞ്ഞേ?
വാൽമീകി മഹർഷിയുടെ കുടീരത്തിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നുള്ള വാക്ക് പറഞ്ഞ് ലക്ഷ്മണ മടങ്ങിപ്പോരെന്നാണ് പറഞ്ഞത്. ലക്ഷ്മണൻ അവിടെ ഉപേക്ഷിച്ചു പോയി. ശിഷ്യന്മാരെല്ലാവരും കൂടി ചെന്ന് പറഞ്ഞു, ദാ വളരെ സുന്ദരിയായി ഗർഭിണിയായിരിക്കുന്ന ഒരു സീത ഇതാ അവിടെ വന്ന് കിടക്കണു, ഉപേക്ഷിച്ചു എന്നാണ് തോന്നുന്നത്. അവിടെ ചെന്നു കണ്ട മാത്രയിൽ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, ഞാൻ നിന്നെ ഒരു കുറ്റവും പറയുന്നില്ല, നിൻ്റെ ഭർത്താവിനെയും കുറ്റം പറയുന്നില്ല. നിനക്കാവശ്യം സംരക്ഷണമാണ്. അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്ന പോലെ ഇരുന്നോളൂ. എൻ്റെ ശിഷ്യന്മാർക്ക് നിനക്ക് വേണ്ട പരിരക്ഷ നൽകിക്കോളും. നിൻ്റെ ഗർഭരക്ഷയും പ്രസവരക്ഷയും എല്ലാം നടന്നോളും. സമാധാനമായിട്ടിരിക്കുക. ഇവിടെ കുറേ ചെടികളൊക്കെ വച്ച് പിടിപ്പിക്കുക, കുറച്ചുണ്ട്. അതിനൊക്കെ കുടത്തിൽ വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ കുട്ടികൾക്ക് മുല കൊടുക്കുന്നത് പോലെയുള്ള ഒരു സന്തോഷം നിനക്ക് അനുഭവപ്പെടും എന്ന് പറഞ്ഞു അദ്ദേഹം. ആ സമയം മുതൽക്ക് താൻ എഴുതിക്കൊണ്ടിരുന്ന ആ ചരിത്രമുണ്ടല്ലോ, മറ്റൊരുത്തൻ്റെ ജീവചരിത്രം, കേൾക്കണുണ്ടോ നിങ്ങൾ? അത് തൻ്റെ ചരിത്രവും കൂടിയായി. ആത്മചരിത്രമായി. താൻ അതിൽ പങ്കാളിയായില്ലോ. അതുവരെ എഴുതിയത് ശ്രീരാമൻ്റെ ഒരു ചരിത്രമാണ്. അന്നു മുതൽക്ക് തൻ്റെ അടുത്ത് വണ്ണുപെട്ട് താൻ പരിരക്ഷിക്കുന്ന സീതയുടെ ചരിത്രവും കൂടിയായി. അതാണ് ഈ രാമായണം. ഇത് മുഴുവനും എഴുതിയുണ്ടാക്കി രാമൻ്റെ കുട്ടികൾ ലവനെയും കുശനെയും പഠിപ്പിച്ച് അവർ രാജധാനിയിൽ ചെന്ന് അത് കാണാപ്പാടം പറഞ്ഞ് കേൾപ്പിക്കുകയുണ്ടായി ശ്രീരാമനോടും കൂട്ടരോടും. അവർ സിംഹാസനത്തിൽ ഇങ്ങനെ കേട്ടിട്ട് പറയുകയാണ്, അയ്യോ എത്ര തന്മയത്വത്തോടു കൂടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നടക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് എസ്സും മൂളി. അതാണ് രാമായണം. ആ രാമായണത്തിൽ വാൽമീകി മഹർഷി എഴുതിയിട്ടുള്ളത് രാജകുമാരൻ്റെയും രാജാവിൻ്റെയും ചെയ്തികളാണ്. രാജകുമാരനും രാജാവും. രാമൻ സന്യാസിയായിരുന്നില്ല, തപസ്വിയുമായിരുന്നില്ല. രാജധാനി വിട്ടിട്ടാണ് സരയൂർ ചെന്ന് മുങ്ങിയത്, ശരീരം വിട്ടത്. അപ്പം രാജധാനിയിൽ പറന്ന് രാജധാനിയിൽ വളർന്ന് രാജ്യം ഭരിച്ച് ആ ഭരിച്ച രാജ്യത്തെയും വിട്ട് സരയൂ നദിയിൽ നേരിട്ട് ചെന്ന് ഇറങ്ങിപ്പോയ മഹാരാജാവിൻ്റെ കഥയാണത്. ബാക്കി ക്ഷത്രിയന്മാർക്കൊക്കെ ഒന്നിലധികം ഭാര്യമാരുണ്ട്. ശ്രീരാമന് മാത്രം ഒരൊറ്റ ഭാര്യയാണ്. അങ്ങേ അറ്റത്തെ ഏകപത്നി വ്രതക്കാരനായിരുന്നു. അപ്പോൾ ശ്രീരാമൻ്റെ ജീവിതത്തിലെ എല്ലാ ഭാഗവും നമുക്ക് പകർത്തിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ശ്രീരാമൻ ചെയ്തത് ചെയ്യൂ, ശ്രീകൃഷ്ണൻ പറഞ്ഞത് കേട്ടനുസരിക്കൂ എന്നുള്ളൊരു പഴമൊഴിയുണ്ട് ഇവിടെ. ശ്രീകൃഷ്ണൻ ചെയ്തത് ചെയ്യാൻ നോക്കണ്ട, പക്ഷെ രാമൻ ചെയ്തത് ഒന്നുവിടാതെ നോക്കാം എന്ന് പറഞ്ഞ ഒരു കഥ. ആ രാമൻ എങ്ങനെ രാജ്യം ഭരിച്ചു? യുവരാജാഭിഷേകം നടക്കുന്ന ദിവസം തന്നെ കൈകേയി കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ചെറുവിരൽ ഉയർത്തിയില്ല. സൂര്യാസ്തമനത്തിന് മുൻപ് ഞാൻ പൊയ്ക്കളയും, ഇവിടെ അമ്മയെയും മറ്റു വയസ്സായവരെയും പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ള സമയം മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞ് അന്ന് വൈകുന്നേരത്തിന് മുൻപ് പോയ ആളാണ്. അത് കഴിഞ്ഞ് പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ തൻ്റെ രാജശാസനത്തിൽ പ്രജകൾക്ക് ചിലർക്ക് സംശയമുണ്ട്. രാവണൻ്റെ കൊട്ടാരത്തിൽ 11 മാസം താമസിച്ച ഒരു പെണ്ണിനെയാണ്, ഭാര്യയാണ് പിന്നെ കല്യാണം കഴിച്ചത്. അഗ്നിപ്രവേശം ചെയ്യിച്ചു എന്ന് പറയണു, നമ്മളാരും ഇരുന്നിട്ടില്ലല്ലോ. അവിടെ ചെയ്യിച്ചു എന്ന് പറയണത് ശരിയാ, നമ്മൾക്കാർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് മനസ്സിനൊരു വിഷമമുണ്ടെന്ന് പ്രജകൾ പറയണത് കേട്ടപ്പോൾ നിമിഷം ആലോചിക്കാതെ ലക്ഷ്മണനെ വിരിച്ച്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയണത് കേട്ടാൽ മാത്രം മതി. ഇക്ഷ്വാകു വംശത്തിന് കളങ്കമേൽപ്പിക്കാൻ ഞാൻ തയ്യാറില്ല. ഇക്ഷ്വാകു വംശത്തിന് കളങ്കമേൽപ്പിക്കാൻ ഞാൻ തയ്യാറില്ല. ഒന്നുകിൽ സിംഹാസനത്തിൽ ഇരുന്ന് സീതയെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ സിംഹാസനം ഉപേക്ഷിച്ച് സീതയോട് കൂടി പോകണം. അത് സീതയും കൂടി ഇഷ്ടപ്പെടില്ല. അപ്പോൾ എൻ്റെ മുൻപിൽ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, ലക്ഷ്മണ കൂട്ടിക്കൊണ്ടുപോയി വാൽമീകി കുടീരത്തിനടുത്ത് കൊണ്ടുപോയി വിടൂ. എന്താ കാരണം? ഗർഭമായിരിക്കുമ്പോൾ സ്ത്രീകൾ കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ മഹർഷിമാരെ ശുശ്രൂഷിച്ചാൽ അത് വളരെ വിശേഷമാണെന്നൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ സീത എന്നോട് പറഞ്ഞിട്ടുണ്ട്, മഹർഷിമാരെ ശുശ്രൂഷിക്കാൻ എനിക്കൊരവസരം തരണമെന്ന്.
അതും പറഞ്ഞ് ആ വ്യാജത്തിൽ കൊണ്ട് ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞയച്ചതാണ്. ഇതാണ് രാമായണം. ഇന്ന് നമ്മൾ രാമനെ പ്രതിഷ്ഠിച്ച് ദൈവം എന്ന് പറഞ്ഞ് കൊണ്ടാടുന്നു. അതല്ല ആവശ്യം, അതതിൻ്റെ തുടക്കമാണ്. ഈ രാമൻ എങ്ങനെ രാജ്യം ഭരിച്ചു, എങ്ങനെ വളർന്നു, ഉപേക്ഷിക്കേണ്ടത് എങ്ങനെ ഉപേക്ഷിച്ചു, അവസാനം രാജധാനിയും വിട്ട് സരയൂവിൽ ചെന്നങ്ങോട്ട് ഇറങ്ങി. ഇതാണ് രാമജീവിതത്തിൻ്റെ അവസാനം. അങ്ങനെ ഒരു രാജ്യം ഇവിടെ ആര് ഭരിച്ചാലും നമുക്കുണ്ടാവണം. രാമൻ എങ്ങനെ രാജ്യം ഭരിച്ചോ അതുപോലെ ഇന്ന് നമ്മുടെ മന്ത്രിമാർ നമ്മുടെ രാജ്യം ഭരിക്കണം. അപ്പോൾ ആ രാമരാജ്യത്തിലേക്കുള്ള ഒരു പോക്കാണ് എനിക്ക് തോന്നുന്നു അയോധ്യയിൽ നിന്ന് നടക്കാൻ പോകുന്ന ആ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ. ഈ രാമൻ 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 ജയശ്രീരാം എന്നുള്ള വാക്കുകളുണ്ടല്ലോ, അതിന്ന് നമ്മുടെ രാജ്യത്തിലെ എല്ലായിടത്തും 108 അടി നീളമുള്ള ഒരു ചന്ദനത്തിരി 6 മാസം കൊണ്ട് ഉണ്ടാക്കി 1.5 മാസം കത്തുന്ന ചന്ദനത്തിരിയാണ് കൊളുത്തിരിക്കുന്നത്. 108 ദിവസം 500 ചില്ലാനം കിലോ തൂക്കം വരുന്ന ഒരു മണി വന്നിട്ടുണ്ട് അവിടെ. 3500 കിലോഗ്രാം സാധനങ്ങളാണ് ആ ചന്ദനത്തിരിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. നേപ്പാളിൽ നിന്ന് കല്യാണം കഴിച്ച് പലഹാരം കൊണ്ടുപോകുന്നതുമാതിരി സീത അവിടത്തുകാരിയാണ്. നേപ്പാളിൽ നിന്ന് ആൾക്കാർ പലഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും കൊടുക്കല്ല, തട്ട് കാണിച്ചു കൊടുക്കുക, എടുത്തുകൊണ്ട് പോവുക, ഓരോരുത്തരും ഓരോ ലഡ്ഡു. കാണേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. ഇത് ഒരു ഉത്സവം എന്നൊന്നും പറഞ്ഞാൽ ഇതിന് പുതിയൊരു വാക്കുണ്ടാക്കേണ്ടി വരും. ഇത് ഉത്സവവും മാമാങ്കവും ഒന്നും അല്ലാതെ അതിന് പുതിയൊരു വാക്കുണ്ടാക്കിയേ പറ്റുള്ളൂ. അത്ര വിശേഷപ്പെട്ട ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വാൽമീകി എഴുതിയിട്ടുള്ള രാമായണം നമ്മൾ കണ്ടിട്ടില്ല, വാൽമീകിയെ കണ്ടിട്ടില്ല, എഴുത്താണി കണ്ടിട്ടില്ല, അദ്ദേഹം താമസിച്ച കുടീരം കണ്ടിട്ടില്ല, രാമനെയും കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാമായണത്തിൻ്റെ ലക്ഷോപലക്ഷം കോടാനുകോടി പകർപ്പുകൾ ലോകത്തിലെമ്പാടുമായി വിറ്റഴിച്ചു കഴിഞ്ഞു. മുക്കിലും മൂലയിലും രാമനും സീതയും എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ പൂർവികർ ഇത് പഠിപ്പിച്ചെത്തിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നേ മറുപടി പറയാനുള്ളൂ. ആരാരെല്ലാം വായിച്ചോ അതിൽ ചിലർക്കത് ഇഷ്ടമായി. അവർ വീണ്ടും വായിച്ചു, പഠിച്ചു, മനസ്സിലാക്കി. നല്ല ആഴവും വിസ്താരവും ഉണ്ടായി അറിവിന്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ സ്വമേധയാ പറഞ്ഞു കൊടുത്ത് പരത്തി 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 എത്തിച്ചതാണ് രാജ്യത്ത് മുഴുവനും മുക്കിലും മൂലയിലും. അതിന് മാത്രം ശക്തിയും പ്രഭാവവും മഹിമയും കരുത്തും ആഴവും വിസ്താരവും പ്രകാശവും പ്രഭയും ജ്യോതിസ്സുമെല്ലാം ഉള്ള ഒരു എഴുത്താണത്. അതിലൊരു വള്ളി പുള്ളി പോകാതെ ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഈ രാമായണം നമ്മുടെ മുൻപിലുണ്ട്. അതിൽ പറയുന്നത് 2 ആളെക്കുറിച്ചാണ്. രാജകുമാരൻ രാമൻ, രാജാവ് രാമൻ, അല്ലാതെ വേറെ ഒന്നുമില്ല അവിടെ. രാജകുമാരൻ രാജ, രാജകുമാരൻ രാജ, രാജകുമാരൻ രാജ. അങ്ങനത്തെ രാജകുമാരന്മാരെയും രാജാക്കന്മാരെയുമാണ് നമുക്കിന്നും ആവശ്യം. അങ്ങനത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരുമാണ് ഇവിടെ ആവേണ്ടത്. ആ ഒരു വെല്ലുവിളിയോട് കൂടിയിട്ടാണ് രാമായണം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ആകാൻ പറ്റുമോ? ഇതുപോലെ ആയാലേ ഇവിടുത്തെ പ്രജകൾ ക്ഷേമത്തോടു കൂടിയിരിക്കൂ, നമ്മുടെ രാജ്യം സമ്പദ് സമൃദ്ധമാവൂ എന്നുള്ളൊരു ആഹ്വാനവും വാഗ്ദത്വത്തോടും കൂടിയാണ് ഈ രാമായണവും വാൽമീകി മഹർഷിയും ഇവിടെയുള്ളത്. അയോധ്യയിൽ മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊരു എയർപോർട്ട് വന്നിട്ടുണ്ട്. പഴയ അയോധ്യയൊന്നുമല്ല, ലോകത്തിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട ഒരു പട്ടണമാണ് ഈ അയോധ്യ ഓൾറെഡി ആയി തീർന്നിട്ടുള്ളത്. പ്രതിദിനം 3 ലക്ഷം ജനങ്ങളെയാണ് അവരുദ്ദേശിക്കുന്നത് 26-ാം തീയതി മുതൽ. നോക്കൂ ഈ ഒരു മഹിമ. എത്ര കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആ വാൽമീകി എന്ന് പറയുന്ന തപസ്വിയുടെ തൂലികയുടെ മഹിമയാണപ്പോൾ ഇത്. ആരാണ് ഇതുപോലെ ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്? എന്തെഴുതി, ആരെഴുതി, എങ്ങനെ എഴുതി, എന്തിനു വേണ്ടി എഴുതി എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണം. ആ ചോദ്യങ്ങൾ മുഴുവൻ ഈ രാമായണത്തിലുണ്ട്.
നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമ 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 രാമ, അത് പറയണത് പറഞ്ഞോളൂ. അത് എൻ്റെ തുടക്കം, കിൻഡർഗാർട്ടൻ പഠിപ്പേ. കുറച്ച് കഴിഞ്ഞാൽ രാമൻ ചെയ്തതുപോലെ എൻ്റെ ജീവിതത്തിൽ 3 സ്വാധീനമാണ്. ഒന്ന് രാമൻ, ഒന്ന് കൃഷ്ണൻ, മൂന്നാമത് ശങ്കരാചാര്യൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ രാമനെ മാതിരി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും വേണ്ടി വന്ന. കൃഷ്ണനെ മാതിരി നല്ല അറിവും കുശലതയും ഒക്കെ എനിക്കുണ്ട്. അതുമാതിരി ശങ്കരാചാര്യരെ ത്യാഗബുദ്ധിയും. ഈ രാമനും എനിക്ക് പറ്റിയില്ല. എന്താ, പാവം കഷ്ടപ്പെട്ട് ദുഃഖിച്ചിട്ടുണ്ട്. കൃഷ്ണനാണെങ്കിലോ ക്ഷത്രിയനാണ്, അമ്പും വില്ലും എടുത്ത് 15 കോടി ജനങ്ങളെ അദ്ദേഹം നശിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പറ്റില്ല അപ്പാ. അപ്പോൾ ഈ രാമനും നമുക്ക് പറ്റിയ ആളല്ല, കൃഷ്ണനും പറ്റിയ ആളല്ല. എനിക്ക് പറ്റിയ ആളെ എല്ലാം കൂടി ശങ്കരാചാര്യനാണ്. അതുപോലെ ഒരു സന്യാസിയായിട്ട് ഞാൻ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ രാമജീവിതത്തിൻ്റെ മഹിമ എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കി ആ വഴിക്ക് ചിന്തിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ രാമനെയും കൃഷ്ണനെയും പോലെയുള്ള കുട്ടികൾ ധാരാളം ജനിക്കട്ടെ. രാജ്യം നന്നാവട്ടെ. അവർക്ക് കുടുംബസ്നേഹം വേണം, സമാജസ്നേഹം വേണം, രാജ്യസ്നേഹം വേണം. നല്ല പോലെ പഠിച്ച് മിടുക്കന്മാരായി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വർദ്ധിപ്പിക്കാൻ പറ്റിയ തരത്തിൽ ഉത്പാദനക്ഷമതയുള്ളവരാവണം എല്ലാവരും. അപ്പോൾ നമ്മുടെ രാജ്യവും ലോകവും നന്നാവും. അതിനായി ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഹരി ഓം തത്സ. ജയ ഗുരു, ജയ ഗുരു.